പ്രിയപ്പെട്ട നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയരുത്. പ്രിയപ്പെട്ട അവിടെ ശുദ്ധീകരണ സ്ഥലമില്ല. നിങ്ങളിത് അറിയണം, ബൈബിൾ അത് അംഗീകരിക്കുന്നില്ല. അവിടെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ആത്മീയ ശരീരം നരകാഗ്നിയിലേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മടങ്ങിവരവില്ലാത്തത് കൊണ്ടും പുരോഹിതന്മാരുടെ ധൂവ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു കഷ്ടമേറ്റ് എന്തിന് സ്ത്രീഹന്മാരും ഞങ്ങളും കഷ്ടമേറ്റ് തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന എന്ത് പ്രിയപ്പെട്ടവരെ, അപ്പുറത്തെ ഒരു റോളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഹിന്ദുക്കളെല്ലാം മുസ്ലിങ്ങളെല്ലാം കത്തോലിക്ക മതവിശ്വാസത്തിലായിരിക്കുന്ന ഒരു കുടുംബം ഞങ്ങൾക്കെതിരെ എന്തുമാത്രം ദൂഷണങ്ങൾ അവിടെ എന്ന് പറയുന്നത്. ഇതിനെ അറിയാൻ വയ്യാത്തവർക്ക് പ്രസംഗിച്ചുകൂടിയോ? അറിയാമെങ്കിൽ നീ എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല? ഞങ്ങൾ കേരളം മുഴുവനും നോർത്ത് ഇന്ത്യയിലും പോയി പ്രസംഗിക്കുന്നവരാ. അത് ഇവർക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ കേൾക്കുമ്പോൾ എതിർക്കുന്ന എന്താണെന്നറിയാമോ? അകത്തിരിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളാ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിന്. സുവിശേഷത്തെ നിരസിച്ചുകൊണ്ട് നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞത് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ കത്തോലിക്കെന്നോ ബ്രാഹ്മണനോ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, പാപിയായിട്ട് യേശുക്രിസ്തു രക്തം കൂടാതെ മരിക്കുന്ന ഏവരും നരകവിധിയിലേക്ക് ദൈവത്തിന് മുഖപക്ഷമില്ല. ആ നരകത്തിൽ നിന്ന് ഒരു നാളും മടങ്ങി വരവില്ല. എത്ര കോടി വർഷം മുതൽ കണക്കുമില്ലാത്തത് കൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, ഉന്നത പാപങ്ങളെ താഴ്ത്തുവിൻ, നഗരഹൃദയങ്ങളെ വിട്ടുകളയുവിന്. നശിച്ചു പോകുന്ന ഭൂമിക്ക് വേണ്ടിയിട്ടല്ല, നശിക്കാത്ത സ്വർഗത്തിന് വേണ്ടി കാത്തുകൊണ്ട് അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ട് സ്വർഗീയ പ്രവേശനം സാധ്യമാക്കിക്കൊള്ളുവെന്ന് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവനെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.